ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുകയും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തല പ്രവർത്തനത്തിൽ 2-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചാണത് പറയുന്നത്. അവരെങ്ങനെയാണ് അവരുടെ ആ വിശ്വാസം നിലനിർത്തിയത്, അവർ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്, അതിൽ ജീവിക്കുന്നത് എന്ന് കൃത്യമായി അതിൽ പറയുന്നുണ്ട്. വളരെ മനോഹരമാണ്. അവർ ആദിമ ക്രൈസ്തവ സമൂഹം അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവ്വം പങ്കുചേർന്നു എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ആ കൂട്ടായ്മയുടെ, പ്രാർത്ഥനയുടെ ബലം. നമ്മൾ യുക്യാറ്റിലെ 12-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ 12-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ് പറയുന്നത്: എന്താണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റേതായിട്ടുള്ളതെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? എന്തൊക്കെയാണ് നമുക്ക് വിശ്വാസത്തിൻ്റേതെന്ന് പറയാനായിട്ട് എന്തൊക്കെയാണുള്ളത്? അതെങ്ങനെ പറയാൻ? ശരിക്കും അതിൻ്റെ ഉത്തരം ഇതാണ്: വിശുദ്ധ ലിഖിതങ്ങൾ. അത് വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ ലിഖിതങ്ങളും സഭയുടെ സജീവ പാരമ്പര്യത്തിലും യഥാർത്ഥ വിശ്വാസം നമ്മൾ കാണുന്നു. അല്ലാതെ വിശുദ്ധ ഗ്രന്ഥം അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ വിശ്വാസം. അങ്ങനെ ആയിരിക്കരുത്. അങ്ങനെയാകുമ്പോഴാണ് ഒരു പ്രത്യേകമായ ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നത്. അങ്ങനെയല്ല, വിശുദ്ധമായ നമ്മുടെ പാരമ്പര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് സഭയിലെ നമ്മുടെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ബൈബിൾ അല്ല അവർ വായിച്ചത്, അവരുടെ ഹൃദയഫലകങ്ങളിൽ കൊത്തിവെച്ച വിശുദ്ധ ഗ്രന്ഥമാണ്. അവരുടെ വിശ്വാസം ഹൃദയഫലകങ്ങളിൽ കൊത്തിവെച്ചതാണ്. ഇങ്ങനെ പറയുന്നുണ്ട്: പുതിയ നിയമം സഭയുടെ വിശ്വാസത്തിൽ നിന്ന് വികസിച്ചുണ്ടായതാണ്. നമ്മുടെ ഈ പുതിയ നിയമം എന്ന് പറയുന്നത് സഭയുടെ വിശ്വാസത്തിൽ നിന്ന് വികസിച്ചുണ്ടായതാണ്. വിശുദ്ധ ലിഖിതങ്ങളും പാരമ്പര്യവും ഒന്നിച്ച് നിലകൊള്ളുന്നു. വിശ്വാസ കൈമാറ്റം പ്രമാണരേഖകളിലൂടെയല്ല പ്രധാനമായിട്ട് നടക്കുന്നത്. നമ്മളിപ്പം എന്നോട് എൻ്റെ അപ്പനോ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളോ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ല നിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു തരുന്നതല്ല, അവരെന്നെ കാണിച്ചു തരുന്നതാണ്. അല്ലേ? നമ്മൾ അങ്ങനെയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എന്നോട് ആഫ്രിക്കയിൽ മിഷണറിമാരായിട്ടുണ്ടായിരുന്ന വൈദികരുണ്ട്. അവർ പറയും, ഞങ്ങൾ 3 രാജ്യക്കാർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ചിലപ്പം ജർമ്മൻസ് കാണും, ചിലപ്പോൾ ബ്രിട്ടീഷ് കാണും, മറ്റുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ. അപ്പം തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതിരുന്ന രാജ്യങ്ങൾ, അവരുടെ ഉള്ളിൽ ആ ഒരു അവരുടെ റേസിനെ കുറിച്ചുള്ള, അവരുടെ രാജ്യത്തെക്കുറിച്ചുള്ള ഇതൊക്കെ സ്വഭാവ സവിശേഷതകളൊക്കെ കാണും. പക്ഷേ അവരൊരുമിച്ച് താമസിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസം അവർ കാണിച്ചു കൊടുക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇതായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ലക്ഷ്യം. നമ്മുടെ സ്വഭാവത്തിലുണ്ട്, നമുക്ക് കൈമാറ്റം തരപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് തരപ്പെട്ട വിശ്വാസം നമ്മുടെ ജീവിത ശൈലിയിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. ഇതാണ് പറയുന്നത്: വിശുദ്ധ ലിഖിതങ്ങൾ തുകൽ ചുരുളുകൾ എന്നതിനേക്കാൾ സഭയുടെ ഹൃദയത്തിലാണ് എഴുതപ്പെട്ടിരുന്നത്. പുസ്തകത്തിലല്ല, അല്ലെങ്കിൽ ചുരുളുകളിലല്ല, മറിച്ച് ഹൃദയഫലകങ്ങളിൽ എഴുതപ്പെട്ടിരുന്നതാണ് എന്ന് ആദിമസഭയിൽ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും സർവോപരി ക്രിസ്തുവുമായി സജീവ കൂട്ടായ്മയിൽ തങ്ങളുടെ പുതിയ ജീവിതം അനുഭവിച്ച വ്യക്തികളുണ്ട് അതിനകത്ത്. അല്ലേ? അപ്പോസ്തലന്മാരും ആദിമ ക്രൈസ്തവ സമൂഹമൊക്കെ ക്രിസ്തുവിലുള്ള ആ ജീവിതം അനുഭവിച്ചറിഞ്ഞവരാണ്. യേശുവിൻ്റെ ഉത്ഥാനാനന്തരം വ്യത്യസ്തമായ ഒരു രീതിയിൽ തുടർന്ന ഈ കൂട്ടായ്മയിലേക്ക് ആദിമസഭ ആളുകളെ ക്ഷണിച്ചു. ആളുകളെ ക്ഷണിച്ചപ്പോൾ ആളുകൾ അവരിലേക്ക് ആകർഷിക്കപ്പെട്ടത് ഈ ക്രിസ്തുവിലുള്ള അവരുടെ ജീവിത ശൈലിയിലാണ്. ക്രിസ്തുവിലുള്ള അവരുടെ ജീവിത ശൈലിയാണ്. അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ താൽപ്പര്യപൂർവ്വം പങ്കുചേരാനുണ്ടായ കാരണം ഇതാണ്: ഇവർ ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നു. ആ ക്രിസ്തുവിൻ്റെ ആ പ്രബോധനം മുഴുവൻ അവരുടെ ഹൃദയഫലകങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാമും ആഗ്രഹിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ: ഒരു ക്രിസ്തു അനുഭവം
ആ ജീവിതശൈലി ഞാനും നിങ്ങളുമൊക്കെ കെട്ടിപ്പടുക്കണം. നമുക്കതിന് സാധിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ആയിത്തീരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഈ ലോകത്ത് ജീവിച്ചു പോവുക എന്നുള്ളതല്ല, മറിച്ച് ക്രിസ്തുവിന് സാക്ഷികളാകുക. നമ്മുടെ ഹൃദയഫലകങ്ങളിൽ ക്രിസ്തുവിനെ കൊത്തിവെക്കാം. അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, മുഖത്ത്, ജീവിതത്തിൽ, പ്രവൃത്തിയിൽ പ്രതിഫലിക്കണം. താല്പര്യമില്ലേ? അങ്ങനെ ചെയ്യാൻ ആഗ്രഹമില്ലേ? അത് ഏത് ജീവിതശൈലി കെട്ടിപ്പടുക്കുന്നവരുമായിക്കോട്ടെ, ഏത് ജീവിത സാഹചര്യങ്ങളിലുള്ളവരുമായിക്കോട്ടെ, ഏത് തുറയിലുള്ളവരായിക്കോട്ടെ, പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ അതെത്ര ശ്രേഷ്ഠമായിരിക്കും എന്ന് ആലോചിച്ച്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.